മതസൗഹാർദ്ദം നിലനിർത്താൻ കൂട്ടായുള്ള ഇടപെടലുകൾ വേണമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി പള്ളിത്തറ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂർത്തീകരിച്ച പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മതനിരപേക്ഷതയാണ് നമ്മുടെ സൗന്ദര്യമെന്നും മതസാഹോദര്യം നിലനിർത്താൻ കൂട്ടായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് തീർത്ഥാടന ടൂറിസം വികസനത്തിന്റെ ഭാഗമായി പള്ളിത്തറ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ച പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം ഇത്തരം കേന്ദ്രങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യം ഉയർത്തിക്കാണിക്കാനാണ് തീർത്ഥാടന ടൂറിസം പദ്ധതികളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ആരാധനാലയങ്ങൾ നാടിന്റെ പൈതൃകം, കല, സംസ്കാരം തുടങ്ങിയവ നിലനിർത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പഴമയുടെ തനിമ ചോരാതെയുള്ള വികസന പ്രവർത്തികൾക്കാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ക്ഷേത്ര ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങി എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു. അവരുടെ എല്ലാം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ഈ മനോഹരമായ മാറ്റം. ഈ സഹകരണത്തിനും സമർപ്പണത്തിനും അതിന് ഭാഗമായി നിന്ന എല്ലാ നല്ല മനസ്സുകളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിർമ്മാണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയ ULCCയുടെ TP രാധാകൃഷ്ണൻ, PP ജിതേഷ്, പ്രൊജക്ട് എഞ്ചിനീയർ V അജേഷ്, പദ്ധതിയുടെ രൂപകൽപ്പന നിർവഹിച്ച ജിതിൻ പൊന്നേപ്പറമ്പത്ത്, അനുഷ്ഠാന തിറയാട്ട കലാസമിതി സാരഥി മുരളി വാഴയൂർ, ശില്പി മുണ്ടോളത്തിൽ കിളിയാടി ദേവദാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ഫറോക്ക് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ P ദീപിക, K വിനോദ് കുമാർ, വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത് ശങ്കർ, DTPC സെക്രട്ടറി T നിഖിൽദാസ്, വിനോദസഞ്ചാര വകുപ്പ് മേഖല ജോയിന്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഓർക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. വഴിയോര കച്ചവടക്കാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് മന്ത്രി MP